വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൂവ് ഓൾ സീറോ ബിഗിനിങ്, അതായത് എല്ലാ സീറോനെയും മുമ്പിലെത്തിക്കണം, അതുപോലെ തന്നെ ഓൾ സീറോനെ എൻഡിലെത്തിക്കണം. ഈ രണ്ട് ക്വസ്റ്റ്യനാണ് ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് അറിയാലേ ഈ രണ്ട് ക്വസ്റ്റ്യൻ, അതായത് മൂവ് ഓൾ സീറോസ് ബിഗിനിങ്, ആദ്യം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൂവ് ഓൾ സീറോസ് ബിഗിനിങ്, മുമ്പിലേക്ക് എത്തിക്കണം എല്ലാ സീറോസിനും. അതിനുള്ള കോഡാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ആരെങ്കിലും ചാനൽ കാണുന്നതിൽ പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നോൺ സീറോ ആയിട്ടുള്ള ഇതിലുള്ള അറേയിലെ എലിമെൻറ്റ്സ് ഒക്കെ ഇല്ല, നോൺ സീറോ ആയിട്ടുള്ള അറേയിലെ എലിമെൻറ്റ്സ് ഒക്കെ ഞാൻ എടുത്തിട്ട് ലാസ്റ്റ് കൊണ്ടുപോയി വെക്കും. അതിന് വേണ്ട കോഡാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻഡ് ജെ അസൈൻ ഇവിടെ എനിക്കത് ഇവിടെ ലിമിറ്റ് കണ്ടെത്താനുണ്ട്, അതും കൂടി കണ്ടെത്തിയിട്ട് ഞാൻ ചെയ്യാം. നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്ന കോഡെന്ന് ഞാൻ പറഞ്ഞു, അതായത് എല്ലാ സീറോസ് നോൺ സീറോ ആയിട്ടുള്ള എല്ലാ ഇലവൻസിനും എടുത്ത് ലാസ്റ്റ് കൊണ്ട് വെക്കണം. അതിന് വേണ്ട കോഡല്ലേ നമ്മൾ ആദ്യം ചെയ്യാൻ പോകും. അപ്പോൾ ഇവിടെ ഞാൻ ലാസ്റ്റ് കൊണ്ട് വെക്കേണ്ടതുകൊണ്ട് ഞാനിവിടെ ലിമിറ്റ് ലാസ്റ്റത്തെ വാല്യൂ ആയിട്ട് ലിമിറ്റിൽ വരിക, അതായത് അറിയേണ്ട സീസ് വരിക ഇതല്ലേ, അതായത് ലിമിറ്റ് -1 ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ലിമിറ്റ് -1 കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ലാസ്റ്റല്ലാണ് കൊണ്ടുപോയി വെക്കുന്നത്. ഓരോ വാല്യൂവിനെ എടുത്ത് ലാസ്റ്റാണ് കൊണ്ടുപോയി വെക്കുന്നത്, അതായത് ആദ്യം ഈ വാല്യൂവിനെ എടുത്ത് ലാസ്റ്റ് കൊണ്ടുപോയി വെക്കണം. അതിന് വേണ്ടൊരു കോഡ് നമ്മൾ ഉണ്ടാക്കാൻ പോകും. ഇത് നമ്മൾ ഇനി എടുത്തിട്ട് ലാസ്റ്റ് കൊണ്ടുപോയി വെച്ചാൽ ശരിയാവില്ല, ഇതേ ഓർഡറിൽ നമുക്ക് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ ലാസ്റ്റത്തെ വാല്യൂവിനെ ചെക്ക് ചെയ്യാൻ പോകണം. അതായത് ഈ ലാസ്റ്റത്തെ വാല്യൂ അറേയിലെ ഇതില്ലേ, ഇത് നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റത്തെ ഇലവൻറ്റിനെ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പം തന്നെ അതിനെടുത്തിട്ട് നമ്മൾ ഏതിലേക്ക് വെക്കും, ലാസ്റ്റത്തെ വാല്യൂയിലേക്ക്, ലാസ്റ്റത്തെ അറയിലേക്ക് എടുത്ത് വെക്കും. അതിന് വേണ്ട കോഡ് എന്ന് ചെയ്യുന്നത് വെച്ചാൽ, ലിമിറ്റ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുക. i ഈക്വൽ ടു ലിമിറ്റ് -1 തൊട്ട് ചെയ്യാം. എന്നിട്ട് i ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് i മൈനസ് ചെയ്യാം. ജസ്റ്റ് ബോഡി കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, AR ഓഫ് J ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഓരോരോ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈഫ് AR ഓഫ് J നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ AR ഓഫ് Jനെ എടുത്തിട്ട് എടുത്തേക്ക് വെക്കണം. AR ഓഫ് Jയിലേക്ക് AR ഓഫ് J അല്ല ചെക്ക് ചെയ്യേണ്ടത്, AR ഓഫ് I ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ആ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ AR ഓഫ് Jയിൽ AR ഓഫ് I എടുത്ത് വെക്കണം. ഓക്കെ, എന്നിട്ട് ഈ J മൈനസ് ചെയ്യണം. കാരണം നമുക്ക് ഈ ഓരോരോ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാറ്റി വെക്കണ്ടേ. ഇതിവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിട്ട് ഫോർ ലൂപ്പ് എടുക്കുക. എന്നിട്ട് i ഈക്വൽ ടു 0 കൊടുത്തിട്ട് i ലെസ് ദാൻ ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് i പ്ലസ് പ്ലസ് പ്രിൻ്റ് J ഞാൻ ആദ്യം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എറർ.
അയ്യോ ഓക്കെ നടന്നു. അപ്പോൾ സീറോനൊന്നും കാണുന്നില്ലല്ലോ. സത്യത്തിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കോഡ് എന്താണെന്ന് വെച്ചാൽ ഈ വാല്യൂസൊക്കെ എടുത്ത് മാറ്റുന്ന പരിപാടി. ആക്ച്വലി ഈ വാല്യൂസൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നതാണ്. ഇവിടെ ഞാൻ എത്ര സീറോസാണ് കൊടുത്തത്? ഒരൊറ്റ സീറോ അല്ല കൊടുത്തത്, അല്ല 2 സീറോ കൊടുത്തിട്ടുണ്ട്. ആ 2 സീറോന് പകരം ബാക്കിയതാ ഞാൻ അടിച്ച നമ്പേഴ്സ് തിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇടാൻ വേണ്ടിക്ക് ഒരു സീറോ കൂടി കൊടുത്ത് കാണിച്ചു തരാം. ഓക്കെ അല്ലേ, ഇതാ 3 വാല്യൂസ് വന്നിട്ടുണ്ട്. ആ മൂന്നാമത്തെ വാല്യൂ സീറോ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ ബാക്കി എല്ലാ വാല്യൂവിനെയും മാറ്റി വെച്ച് കഴിഞ്ഞ്. ഇനി എന്താ ഈ കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ലൂപ്പ് നിങ്ങൾ പരിചയപ്പെടുത്തി ലൂപ്സിൻ്റെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരെ കൊടുക്കുക. ഇത് അല്ലെങ്കിൽ വൈൽ ലൂപ്പ് എങ്ങനെ യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, ബാക്കിയുള്ള പൊസിഷനിലേക്കൊക്കെ 0 അസൈൻ ചെയ്യുന്നവരാണ് ചെയ്യുന്നത്. ഓക്കെ, 0 3 വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ജസ്റ്റ് ഒരു 0 കൂടി കൊടുക്കാൻ വെച്ചാൽ 0 4 വന്നിട്ടുണ്ട്. 0 ഒക്കെ ഈ ബിഗിനിങ്ങിലേക്ക് മാറ്റുന്ന ക്വസ്റ്റ്യനാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. ഇനി ഇത് മാറ്റിയിട്ട് ഫോർ ലൂപ്പിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ജെ മൈനസ് ആയിട്ട് ലാസ്റ്റ് വന്ന വാല്യൂ ഇല്ലേ, അതായത് ജെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നതാണ്. ഓക്കെ, അതായത് ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റി വെച്ചിട്ട് കുറഞ്ഞ് വരുന്ന നമുക്ക് ആ ലാസ്റ്റത്തെ വാല്യൂ വരെ പ്രിൻ്റ് ആവണം. അതായത് ബാക്കിയുള്ള എല്ലാ വാല്യൂസും 0ലേക്ക് പ്രിൻ്റ് ആക്കിപ്പിച്ചാൽ മതി. അതായത് ഫോർ ലൂപ്പ് ജസ്റ്റ് ഞാൻ കെ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. കെ അസൈൻ ജെ തൊട്ടിട്ട് എടുത്തം വരെ വരണം. ജെ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരെ കൊടുക്കാം. കെ പ്ലസ് കൊടുക്കാം. ഇനി ജസ്റ്റ് നമുക്ക് ഈ കോഡ് റൺ ചെയ്ത് ട്രൈ ചെയ്യാം. എയർ ഓഫ് കെ മൈനസ് കൊടുത്തേ സെയിം 0. ജസ്റ്റ് നമുക്ക് കോഡ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കോഡ് ഈസ് പെർഫെക്റ്റ്ലി വർക്കിംഗ്. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൊടുത്താണ്ടല്ലേ ജെ എടുത്തിട്ട്, അതായത് നോൺ 0 ആയിട്ടുള്ള എല്ലാത്തിനും എടുത്തിട്ട് ജെ മൈനസും അതായത് ഓരോരോ വാല്യൂസിലായിട്ട് മാറ്റി വെക്കുന്നു. ആ ലാസ്റ്റത്തെ ജെ തൊട്ടിട്ട് 0 വരെ, അതായത് ലാസ്റ്റത്തെ ജെ ഏതാ ഈ ഒരു വാല്യൂ വരിക. ആ ഒരു സ്ഥലം തൊട്ടിട്ട് ലാസ്റ്റ് 0th ഇൻഡെക്സ് വരെ 0 ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൂപ്പ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി ഇതിൻ്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്? ഇവിടെ മൂവ് ഓൾ സീറോസ് എൻഡിൽ, സീറോസിനൊക്കെ എൻഡിലേക്ക് മാറ്റാനാണ് ആ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ മാറ്റാന്ന് വെച്ചാൽ 0നൊക്കെ നമുക്കിപ്പോൾ എൻഡിലേക്ക് മാറ്റേണ്ടത്. പക്ഷേ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നോൺ 0 ഒക്കെ എടുത്തിട്ട് മുമ്പിൽ വെക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട കൂടെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 0 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ജസ്റ്റ് 0 തൊട്ടിട്ട് ലിമിറ്റ് വരെ പോകുന്ന പരിപാടി തന്നെയാണ് ഇടുന്നത്. ഇനി i++. ഓക്കെ, i++. ഈ നോൺ 0 ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഇതിലേക്ക് മാറ്റണം. ബിഗിനിങ്ങിലേക്കല്ല മാറ്റേണ്ടത്, ഇപ്പോൾ J++. ഇനി ജസ്റ്റ് നമുക്കിപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പും കൂടി മറച്ച് വെച്ചിട്ട് കോഡ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാ വാല്യൂസും എടുത്ത് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ലാസ്റ്റത്തെ ഈട് നോട്ടിട്ടാണ് ഇനി സീറോസ് പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്താ കോഡ് കൊടുക്കുക എന്ന് വെച്ചാൽ അതൊരു സിമ്പിൾ കോഡ്. അതിനെ ഫോർ ലൂപ്പിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതായത് ജെ, ഇവിടെ നമ്മൾ കൊടുത്ത ലാസ്റ്റത്തെ J++, ആ ജെ തൊട്ടിട്ട് എടുത്തം വരെ പോകണം, ലിമിറ്റ് വരെ പോകണം. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം.
ഇനി ഈ കോഡ് റൺ ചെയ്യാം. യെസ്, ഈ കോഡും വർക്കാണ്. ഇവിടെ എന്ത് ചെയ്ത് ജെ തൊട്ടിട്ട്, അതായത് ഇവിടെ ജെ പ്ലസ് പ്ലസ് കൊടുത്തിട്ടുള്ളത്, ആ സ്റ്റോർ ചെയ്ത ലാസ്റ്റത്തെ ജെൻ്റെ ഇൻഡെക്സ് തൊട്ടിട്ട് ഇവിടെ ലാസ്റ്റ് ഇവിടെ പ്ലസ് പ്ലസ് ആയിട്ടാണ് പോവുക. അതായത് ഈ ഒരു ഇൻഡെക്സ് തൊട്ടിട്ടാണ് വരുന്നത്. ആ ഒരു ഇൻഡെക്സ് തൊട്ട് ലാസ്റ്റ് വരെ 0, അതായത് ലിമിറ്റ് വരെ 0 പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് കൊടുത്തിട്ടുള്ളത്. ഇനി അതെങ്ങനെ വൈൽ ലൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, വൈൽ ലൂപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഇതാ ഫോർ ലൂപ്പ് ഞാനിവിടെ മറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ വൈൽ ലൂപ്പിൻ്റെ അകത്ത് കണ്ടീഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ജെ ഒരു വാല്യൂ വന്നിട്ടുണ്ട്. ആ ഒരു വാല്യൂ തൊട്ടിട്ട് ലിമിറ്റ് വരെ സീറോസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണിത്. അതായത് ലിമിറ്റിലൊരു വലിയ വാല്യൂ ഉണ്ടല്ല, ജെയിലുള്ളൊരു ചെറിയൊരു വാല്യൂ, ആ ചെറിയ വാല്യൂവും ആ വലിയ വാല്യൂവും ചെറുതാണോ എന്ന് നോക്കും. അതായത് ജെയിലൂടെ ലാസ്റ്റ് വരുന്ന ഏതാ 1 2 എത്ര ഇത്, അതായത് ഇത് ഒരു 5ാമത്തെ ഒരു ഇൻഡെക്സാണ് ഇതൊക്കെ. ഈ വാല്യൂസ് പ്രിൻ്റ് ആയിട്ട് പോയി 6ാമത്തെ വാല്യൂ ആണ് ഇപ്പോൾ ഇൻഡെക്സിലുള്ള ജെയിലുള്ള. അപ്പോൾ 6 ലെസ് ദാൻ ഇവിടെ ടോട്ടൽ ഒരു 10 നമ്പർ ഉണ്ട്. 6 ലെസ് ദാൻ 10, അത് ട്രൂ ആയതുകൊണ്ട് ഇവിടെ വരും. വീണ്ടും ജെ പ്ലസ് പ്ലസ് ചെയ്യും, 6 7 ആവും. വീണ്ടും ഇത് 7 ലെസ് ദാൻ 10, യെസ് ട്രൂ. വീണ്ടും ജെ പ്ലസ് പ്ലസ് ഇൻക്രിമെൻറ്റ് ചെയ്യും, 7 ഉള്ളത് 8 ആവും. ഇവിടെ 0 സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജെ പ്ലസ് പ്ലസ് 8 ആയില്ലേ, 8 ലെസ് ദാൻ 10, അതും ട്രൂ. അപ്പോൾ ഉള്ളിലേക്ക് കയറി ജെ വീണ്ടും ഇൻക്രിമെൻ്റ് ആവും, 0 സ്റ്റോർ ചെയ്യും. 0 സ്റ്റോർ ചെയ്തിട്ടാണ് ഈ ഇൻക്രിമെൻ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻക്രിമെൻ്റ് നടന്നത് എത്രയാവും, ജെ 9 ആവും. 9 ലെസ് ദാൻ 10, അതും ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഇവിടെ വരും, ജെ പ്ലസ് പ്ലസ് ആവും, 10 ആവും. 10 ലെസ് ദാൻ 10, ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആണ്, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും, പിന്നെ പ്രിൻ്റ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സീറോസിനെ ബിഗിനിങ്ങിലും എൻഡിലേക്കും മാറ്റുന്ന പരിപാടി കോഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് സോൾവ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.